ക്ഷേത്രങ്ങളുടെ വരുമാനത്തിൽ നിന്ന് നടത്താൻ ഉദ്ദേശിക്കുന്ന കോടികളുടെ പദ്ധതികൾ ഉപേക്ഷിച്ച് വിജയ് സർക്കാർ 245.85 കോടിയുടെ 46 പ്രോജക്ടുകൾക്കുള്ള അനുമതിയാണ് നിഷേധിച്ചത്. തമിഴ്നാട് മുൻ സർക്കാരിന്റെ കാലത്ത് അനുമതി ലഭിച്ചിരുന്ന പദ്ധതികളാണിവ. ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോവ്മെന്റ്സ് വകുപ്പാണ് തീരുമാനം അറിയിച്ചത്. ക്ഷേത്രത്തിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിച്ച് കല്യാണ ഹാളുകൾ, വ്യവസായ കെട്ടിടങ്ങൾ എന്നിവയാണ് നിർമ്മിക്കാൻ നിശ്ചയിച്ചിരുന്നത്. കോടതി ഉത്തരവുകളും ക്ഷേത്രത്തിന്മേലുള്ള സാമ്പത്തിക സമ്മർദ്ദവുമാണ് പദ്ധതികൾ റദ്ദാക്കാനുള്ള കാരണമായി വകുപ്പ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. 115.77 കോടിയുടെ 29 കല്യാണ ഹാൾ നിർമ്മാണം, 130.8 കോടിയുടെ 17 വ്യാപാര കെട്ടിടങ്ങളുടെ നിർമ്മാണം എന്നിവയ്ക്കുള്ള അനുമതിയാണ് റദ്ദാക്കിയതെന്ന് ഉത്തരവിൽ വ്യക്തമാക്കുന്നു. DMK സർക്കാരിന്റെ കാലത്ത് അനുമതി ലഭിച്ചിരുന്നുവെങ്കിലും ഇവയുടെ നിർമ്മാണം ആരംഭിച്ചിരുന്നില്ല. നിർമ്മാണ പദ്ധതിക്കായി പ്രഖ്യാപിച്ച ഫണ്ട് ക്ഷേത്രങ്ങൾക്കും ഭക്തർക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ വിനിയോഗിക്കുമെന്ന് വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ സർക്കാരിന്റെ ഈ തീരുമാനത്തിനെതിരെ പ്രതിപക്ഷം രംഗത്തെത്തിയിട്ടുണ്ട്. വിവാഹ മണ്ഡപങ്ങളും ഷോപ്പിംഗ് കോംപ്ലക്സുകളും നിർമ്മിക്കുന്നത് ക്ഷേത്രങ്ങൾക്ക് ഭാവിയിൽ വരുമാനം നൽകുമെന്നും സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ വിവാഹങ്ങൾ നടത്താൻ ഇത് സഹായിക്കുമെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ വാദം. എന്നാൽ ക്ഷേത്ര സ്വത്ത് മതപരമായ കാര്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന നിലപാടിലാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത്. ക്ഷേത്രങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനായി ഉടൻ തന്നെ പുതിയ പദ്ധതികൾ സർക്കാർ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം തൂത്തുക്കുടിയിൽ കൂറ്റൻ കപ്പൽ നിർമ്മാണശാലയ്ക്ക് പച്ചക്കൊടി വീശിയിരിക്കുകയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ്. HD ഹുണ്ടായി ആണ് 38,000 കോടി രൂപയുടെ പദ്ധതിയുമായി രംഗത്ത് വന്നത്. കപ്പൽ നിർമ്മാണശാല യാഥാർത്ഥ്യമാക്കുന്നതിനാവശ്യമായ എല്ലാ സഹായങ്ങളും ഉറപ്പാക്കുമെന്ന് വിജയ് ബുധനാഴ്ചയാണ് വ്യക്തമാക്കിയത്. ഈ പദ്ധതിയിലൂടെ പ്രദേശത്തെ 15,000-ഓളം പേർക്ക് നേരിട്ട് തൊഴിൽ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കപ്പൽ നിർമ്മാണ കമ്പനികളിലൊന്നായ HD കൊറിയ ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് ഓഫ് ഷോർ എഞ്ചിനീയറിംഗിന്റെ ഉന്നതതല സംഘം ചെന്നൈയിൽ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ദക്ഷിണ കൊറിയൻ കമ്പനി ഇതിനകം തന്നെ സംസ്ഥാന സർക്കാരുമായി ധാരണാപത്രം ഒപ്പിട്ടിട്ടുണ്ട്. പദ്ധതിയുടെ പുരോഗതിയും തുടർ നടപടികളും അവലോകനം ചെയ്യാനായിരുന്നു കൂടിക്കാഴ്ച. പുതിയ കപ്പൽ നിർമ്മാണശാല വരുന്നതോടെ അനുബന്ധ വ്യവസായ മേഖലകളിലും വൻ വളർച്ചയുണ്ടാകുമെന്ന് സർക്കാർ അവകാശപ്പെട്ടു. പ്രാദേശിക വിതരണ ശൃംഖലയെ ശക്തിപ്പെടുത്തുന്നതിനൊപ്പം ദക്ഷിണ തമിഴ്നാട്ടിലാകെ വലിയ തോതിലുള്ള സാമ്പത്തിക മുന്നേറ്റം സൃഷ്ടിക്കാൻ ഈ മെഗാ പ്രോജക്ടിന് സാധിക്കുമെന്നാണ് വിലയിരുത്തലുകൾ. ഇതിനൊപ്പം ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം മുല്ലപ്പെരിയാർ വിഷയം തമിഴ്നാട്ടിൽ ചർച്ചയാക്കിയിരിക്കുകയാണ് വിജയ് നയിക്കുന്ന തമിഴക വെട്ടിക്കഴകം. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് അനുവദിക്കില്ല എന്നും പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നതിനായുള്ള കേരളത്തിന്റെ ശ്രമങ്ങൾ തടയുമെന്നും തമിഴ്നാട് സർക്കാർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ വ്യക്തമാക്കിയതോടെയാണ് കേരളത്തിലും തമിഴ്നാട്ടിലും മുല്ലപ്പെരിയാർ വിഷയം വീണ്ടും ചർച്ചയാകാൻ തുടങ്ങിയത്. പഴയ അണക്കെട്ടിന് പകരമായി മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ടിനുള്ള കേരളത്തിന്റെ നിർദ്ദേശത്തെ എതിർക്കും. നിലവിലുള്ള അണക്കെട്ടിന്റെ ജലനിരപ്പ് ഉയർത്താനുള്ള നീക്കങ്ങൾക്കെതിരെ നടക്കുന്ന ഇടപെടലുകളെ ശക്തമായി എതിർക്കുമെന്നും തമിഴ്നാട് സർക്കാർ അറിയിച്ചു. ഇതിനൊപ്പം കർണാടക സർക്കാർ കാവേരി നദിക്ക് കുറുകെ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന മേക്കെദാട്ടു അണക്കെട്ട് പദ്ധതിയെ എതിർക്കുമെന്ന തമിഴ്നാടിന്റെ നിലപാട് കർണാടകയുമായുള്ള ബന്ധത്തിനും വിള്ളലുണ്ടാക്കാനുള്ള സാധ്യതയാണ് കൂട്ടിയിരിക്കുന്നത്. വെള്ളത്തിന്റെ പേരിൽ തമിഴ്നാട് സർക്കാർ അയൽ സംസ്ഥാനങ്ങളായ കേരളം, കർണാടക സർക്കാരുകളുമായി കൊമ്പുകോർക്കുന്ന സാഹചര്യത്തിലേക്കും കാര്യങ്ങൾ കടന്നിട്ടുണ്ട്. മേക്കെദാട്ടു അണക്കെട്ട് പദ്ധതിക്കെതിരെ തമിഴ്നാട് നിയമസഭയിൽ പ്രമേയവും അവതരിപ്പിച്ചു. കാവേരി നദിക്ക് കുറുകെ ഡാം നിർമ്മിക്കാനുള്ള കർണാടകത്തിന്റെ നീക്കത്തിനെതിരെയാണ് പ്രമേയം. പാരിസ്ഥിതിക സാങ്കേതിക അനുമതി നൽകരുത് എന്ന് കേന്ദ്രത്തോട് തമിഴ്നാട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. തമിഴ്നാടിന്റെ ജലാവകാശം സംരക്ഷിക്കുന്നത് എല്ലാവരുടെയും കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് വ്യക്തമാക്കി. പ്രമേയത്തെ പിന്തുണച്ച് കോൺഗ്രസ് MLA-മാരും രംഗത്തെത്തി. ഏകകണ്ഠമായാണ് പ്രമേയം പാസാക്കിയത്. കേരളത്തിലും കർണാടകത്തിലും കോൺഗ്രസ് സർക്കാരുകളാണ് അധികാരത്തിലുള്ളത്. കേരള മുഖ്യമന്ത്രി VD സതീശൻ, AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ എന്നിവരുമായി കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറിന് അടുത്ത ബന്ധമാണുള്ളത്. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുമായി കേരളത്തിന് ഇതുവരെ അത്ര വലിയ അടുപ്പവുമില്ല. അതിനാൽ ഈ തീരുമാനങ്ങൾ വൻ ചർച്ചകൾക്കാണ് വഴിയൊരുക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.